ഹലോ ടീച്ചേഴ്സ്, നമസ്തേ. നമ്മൾ ഒരുപാട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് കവിയോം കാ ജന്മ കാലക്രമാനുസാർ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ സാഹിത്യത്തിൽ ഒരുപാട് കവികൾ വരുന്നുണ്ട്. നമുക്കറിയാം, പല കാലഘട്ടങ്ങളിലായിട്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യകാല, ഭക്തി, രീതി, ആധുനികയിലൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കവിയോം കാ കാലക്രമാനുസാർ ലിഖി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 4 ഓപ്ഷൻസൊക്കെ തന്നിട്ട് നമ്മളോടത് എഴുതാൻ പറയുമ്പോൾ കഴിഞ്ഞ 2024 നടന്ന സെറ്റ് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ചിലപ്പോൾ ഛായാവാദം എന്നായിരിക്കാം, ചിലപ്പോൾ പ്രഗതി എന്നായിരിക്കാം, ചിലപ്പോൾ പ്രയോഗവാദം എന്നായിരിക്കാം, ചിലപ്പോൾ ആധുനിക കവികളുടെ ആവും, ആദ്യകാലീൻ കവി, ഭക്തികാലീന രീതികാലീൻ കവികളുടെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ ഇന്നിപ്പോൾ ഈ ടോപ്പിക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് താരസപ്തക് കവിയോം കാ ജന്മ കാലക്രമാനുസാർ എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം 4 സപ്തകിലെ കവികളുണ്ട്. അതിൻ്റെ കോഡ് ക്ലാസ്സൊക്കെ ഇട്ടിരുന്നു. താരസപ്തക ഉണ്ട്, ദൂസര സപ്തക ഉണ്ട്, തീസര സപ്തക ഉണ്ട്, ചൗദ സപ്തക ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന താരസപ്തക 1943 അതിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു കവിയാണ് അഗ്യായി. 1911 അദ്ദേഹത്തിൻ്റെ ജന്മം. 1912 രാംവിലാസ് ശർമ്മ. അതുപോലെ തന്നെ 1917 മുക്തിബോധ്. അതുപോലെ തന്നെ 1917 മാച്വേ. അതുപോലെ തന്നെ 1918 നേമി ചന്ദ്ര ജൈനും ഉണ്ട്. അതുപോലെ 1918 തന്നെ ഗിരിജ കുമാർ മാഥുർ. പിന്നെ 1919 ഭാരത് ഭൂഷൺ അഗ്രവാളാണ്. അപ്പോൾ ആ ഒരു ഓർഡറിൽ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. അഗ്യായി, രാംവിലാസ് ശർമ്മ, മുക്തിബോധ്, മാച്വേ, നേമി ചന്ദ്ര ജൈൻ, ഗിരിജ കുമാർ മാഥുർ, ഭാരത് ഭൂഷൺ അഗ്രവാളാണ്. അത് വരുന്നത് 1911 പിന്നെ 12, 17 2 പേര്, 18 2 പേര്, 19 2 പേര്. അപ്പോൾ നമുക്ക് ഓർക്കാൻ എളുപ്പമുണ്ട്. അടുത്തത് വരുന്നത് ദൂസര സപ്തകാണ്. 1951 അതിലും 1911 തന്നെ ശംഷേർ ബഹാദൂർ സിംഗ് വരുന്നുണ്ട്. 1913 ഭവാനി പ്രസാദ് മിശ്ര വരുന്നുണ്ട്. 1922 ശകുന്തള മാഥുർ. പിന്നെ 1923 ഹരിനാരായൺ വ്യാസ്. 1924 നരേഷ് മെഹത്ത. 1926 ധർമ്മവീർ ഭാരതി. അപ്പോൾ അത് ഓർക്കാൻ എളുപ്പമാണ്. 11 ശംഷേർ ബഹാദൂർ സിംഗ് ആണെങ്കിൽ 13 ഒരു ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഭവാനി പ്രസാദ് മിശ്ര. പിന്നെ വരുന്നത് 3 കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സംഖ്യ 2 അങ്ങനെ കണക്ട് ചെയ്യുക. 22 ശകുന്തള മാഥുർ. പിന്നെ 23 തന്നെ ഹരി നാരായൺ വ്യാസ്. പിന്നെ 24 തന്നെ നരേഷ് മെഹത്ത. പിന്നെ അടുത്ത ഇരട്ട സംഖ്യ എടുക്കുക, ധർമ്മവീർ ഭാരതി. അങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് തീസര സപ്തകാണ്. 1959 1959 വരുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ 1919 പ്രയാഗ് നാരായൺ ത്രിപാഠിയാണ് വരുന്നത്. 1922 മദൻ വത്സ്യായൻ. 1924 വിജയ്ദേവ് നാരായൺ സാഹി. 1927 കുംവർ നാരായൺ. 1927 തന്നെ സർവേശ്വർ ദയാൽ സക്സേന. 1932 കേദാർനാഥ് സിംഗ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1935 കീർത്തി ചൗധരിയാണ് വരുന്നത്. അപ്പോൾ 19 കഴിഞ്ഞാൽ പിന്നെ 22, പിന്നെ 24, പിന്നെ 27 2 പേര്, പിന്നെ 32 35. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിക്കുക. നെക്സ്റ്റ് വരുന്നത് ചൗദ സപ്തകാണ്. 1979 1979 അപ്പോൾ അതിൽ 32 1932 രാജേന്ദ്ര യാദവ്. പിന്നെ 35 1935 ശ്രീരാം ശർമ്മ. പിന്നെ 1938 സുമൻ രാജ്. പിന്നെ 1939 സ്വദേശ് ഭാരതി. 1945 നന്ദകിഷോർ ആചാര്യ. 1947 രാജ്കുമാർ കുംഭജാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതും 1947 അപ്പോൾ രാജ്കുമാർ കുംഭജിനെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ 1951 അവധേഷ് കുമാർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സപ്തകങ്ങളിലെ കവികളുടെ അവർ ജനിച്ച വർഷം ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ധന്യവാദ്.